വോട്ട് വേണോ എന്നാൽ കളിസ്ഥലം വേണം, പറ്റുമോ? പത്തനംതിട്ടയിലെ ഒരു കൂട്ടം യുവാക്കൾ ചോദിച്ചിരിക്കുന്ന ഒരു പോസ്റ്ററാണിത്. നിലവിലൊരു വോളിബോൾ കോർട്ട് മാത്രമാണ് അവിടെ ഉള്ളത്. ഫുട്ബോളും ക്രിക്കറ്റും കളിക്കാൻ വിസ്തൃതിയുള്ള ഒരു കളിസ്ഥലം വേണമെന്നാണ് യുവാക്കളുടെ ആവശ്യം. പത്തനംതിട്ട നാറാണംമൂഴി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡ് കക്കിടുമണ്ണിലെ യുവാക്കളാണ് കളിസ്ഥലം വേണമെന്ന ആവശ്യമുയർത്തി നാടാകെ പോസ്റ്റർ പതിച്ചത്. വോളിബോൾ കോർട്ടിലാണ് ഇവരുടെ ഫുട്ബോൾ പരിശീലനം. ഫുട്ബോളിനും ക്രിക്കറ്റിനും ഈ കളിസ്ഥലം പോരാ എന്നാണ് യുവാക്കൾ പറയുന്നത്. ഇലക്ഷനൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് ഒട്ടിച്ച് നോക്കാം, നമുക്ക് എന്തെങ്കിലും റെസ്പോൺസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ്. പിന്നെ വോളിബോൾ കോർട്ടാന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു 10-15 വർഷമായിട്ട് ഈ അതിനകത്ത് മെയിൻ്റെനൻസ് ഒന്നുമില്ല. പണ്ട് എങ്ങനെയാണോ ഗ്രൗണ്ട് അതുപോലെ തന്നെയാണ് ഈ ഗ്രൗണ്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്കിപ്പം കളിക്കാനാണെങ്കിലും ഒന്നും കളിക്കാൻ പറ്റത്തില്ല. കൂടുതലും പന്ത് മൊത്തം അടിച്ചു കഴിഞ്ഞാൽ റോഡിൽ പോകും. നമ്മൾ ഈ നെറ്റൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് കളിക്കുന്നത്. ക്രിക്കറ്റ് ഫുട്ബോളും കളിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ ദൂരെയുള്ള സ്കൂളുകളിലെ ഗ്രൗണ്ടുകളിലേക്ക് പോകും. മറ്റ് മാർഗമില്ലെന്നും ഇവർ പറയുന്നു. കക്കിടുമൺ പ്രദേശത്തിന്റെ ചുറ്റും റിസർവ് വനമാണ്. നിലവിലുള്ള വോളിബോൾ കോർട്ട് വിപുലീകരിക്കുകയോ പുതിയ കളിസ്ഥലം കണ്ടെത്തുകയോ ചെയ്യണമെന്ന് കക്കിടുമൺ പൗരസമിതി പ്രസിഡന്റ് ദീപു പൈതൃക പറഞ്ഞു. കളിക്കാനുള്ളതെന്ന് പറഞ്ഞൊരു കോർട്ട് എന്ന് പറയുന്നത് ഈ വോളിബോൾ കോർട്ട് മാത്രമേ ഉള്ളൂ. മറ്റൊരു ഫുട്ബോളാകട്ടെ ക്രിക്കറ്റാകട്ടെ ഇതൊന്നും കളിക്കുവാനുള്ള ഒരു മേഖല ഈ പ്രദേശത്ത് ഈ പഞ്ചായത്തിൽ തന്നെ ഇല്ലെന്ന് പറയാം. കളിസ്ഥലങ്ങൾ സർക്കാർ ലെവലിൽ തന്നെ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ആ കളിസ്ഥലങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയും ഫുട്ബോൾ വോളിബോൾ ആ ഒരു തരത്തിലേക്ക് വരും. അതോടൊപ്പം തന്നെ അവരുടെ ആരോഗ്യം കൂടെ മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചു വരുന്നവർ യുവാക്കളുടെ കളിസ്ഥലം എന്ന ആവശ്യത്തിന് മറുപടി കൂടി കരുതി വേണം വരാൻ. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട. ഇങ്ങനെ കുറെ ആവശ്യങ്ങളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ ആവശ്യങ്ങളെല്ലാം നമ്മൾ അധികൃതരുടെ മുന്നിലേക്ക് വെക്കുകയാണ്. നിങ്ങൾ വോട്ട് ചോദിച്ച് വെറുതെ അങ്ങോട്ട് ചെന്ന് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തിയാൽ പോരാ. അവിടെ പ്രശ്നങ്ങൾ പലതും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പരിഹരിച്ചു കഴിഞ്ഞാൽ വോട്ട് പെട്ടെന്ന് കിട്ടും. അപ്പോൾ തുടർഭരണമാണ് ലക്ഷ്യമെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് പരിഹരിച്ചാൽ നല്ലതാണ്. അപ്പോൾ